ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. SSC എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന 500 ഷോർട്ട് GK സീരീസിന്റെ 5ാമത്തെ സെഷനാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, if the tax rate increases with taxable base, then this type of taxation is called dash. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടാക്സബിൾ ബേസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാക്സേഷനെ എന്ത് വിളിക്കും? ഓപ്ഷൻ എ ഡൈഗ്രസീവ് ടാക്സേഷൻ, ഓപ്ഷൻ ബി റിഗ്രസീവ് ടാക്സേഷൻ, ഓപ്ഷൻ സി പ്രൊപ്പോർഷണൽ ടാക്സേഷൻ ആൻഡ് ഓപ്ഷൻ ഡി പ്രോഗ്രസീവ് ടാക്സേഷൻ. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. സോ പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ് ടാക്സബിൾ ബേസ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാക്സേഷനെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. സോ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടാക്സബിൾ ബേസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാക്സേഷനെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. ഇനി എന്താണ് പ്രൊപ്പോർഷണൽ ടാക്സേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടാക്സേഷന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ഫ്ലാറ്റ് ടാക്സേഷൻ. സോ പ്രൊപ്പോർഷണൽ ടാക്സേഷന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ഫ്ലാറ്റ് ടാക്സേഷൻ. ഇനി എന്താണ് പ്രൊപ്പോർഷണൽ ടാക്സേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻകത്തിന് എന്തില്ല, പ്രസക്തി ഇല്ല, ഇൻകം കൺസിഡർ ചെയ്യില്ല. ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം എത്രയോ ആയിക്കോട്ടെ അതൊന്നും ഇവിടെ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. പകരം എല്ലാവർക്കും എന്ത് ചെയ്യും, സെയിം റേറ്റ് ഓഫ് ടാക്സ് ഇമ്പോസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാറ്റ് ടാക്സേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ് ആൻഡ് മറ്റൊരു ഇൻഡിവിജ്വലിന്റെ ഇൻകം എന്ന് പറയുന്നത് 1 lakh റുപ്പീസ് ആണ്. ആൻഡ് ഇവർ രണ്ടുപേരും പേ ചെയ്യേണ്ടത് സെയിം പെർസെൻറ്റേജ് ഓഫ് ടാക്സ് ആയിരിക്കും. അതായത് 10,000 ഇൻകം ഉള്ള ഒരാളും പേ ചെയ്യേണ്ടത് 10% ടാക്സ് ആയിരിക്കും, 1 lakh ഇൻകം ഉള്ള ആളും പേ ചെയ്യേണ്ടത് എന്ത് തന്നെയായിരിക്കും, 10% ടാക്സ് തന്നെയായിരിക്കും. ഇതിനാണ് എന്ത് പറയുന്നത്, പ്രൊപ്പോർഷണൽ ടാക്സേഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇൻകം കൺസിഡർ ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും ഒരേ റേറ്റിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു. അതിനെയാണ് പ്രൊപ്പോർഷണൽ ടാക്സേഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് ടാക്സേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് റിഗ്രസീവ് ടാക്സേഷൻ. സോ റിഗ്രസീവ് ടാക്സേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യും. സോ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, റിഗ്രസീവ് ടാക്സേഷൻ. ഫോർ എക്സാമ്പിൾ, 10,000 റുപ്പീസ് ഇൻകം ഉള്ള ഒരാൾ, സോ ഒരാളുടെ ഇൻകം 10,000 റുപ്പീസ് ആണെങ്കിൽ അയാൾ പേ ചെയ്യേണ്ട ടാക്സ് 10% ആയിരിക്കും. ആൻഡ് വേറൊരാളുടെ ഇൻകം, മറ്റൊരു പേഴ്സന്റെ ഇൻകം എന്ന് പറയുന്നത് 1 lakh റുപ്പീസ് ആയിരിക്കും. എന്നാൽ അയാൾ പേ ചെയ്യേണ്ട ടാക്സ് എത്രയായിരിക്കും, 5% മാത്രമായിരിക്കും. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഇതിനെയാണ് റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 10%, അതായത് 10,000 റുപ്പീസ് ഇൻകം ഉള്ള ആള് 10% ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, 1,000 റുപ്പീസ് ആണ് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. എന്നാൽ 1 lakh റുപ്പീസ് ഉള്ള ആള് അയാളുടെ ഇൻകത്തിന്റെ 5% ടാക്സ് ആയിട്ട് അടയ്ക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, 5,000 റുപ്പീസ് പേ ചെയ്യേണ്ടി വരുന്നു. അതായത് ഇവിടെ ടാക്സ് റേറ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്. എന്നാൽ ടാക്സബിൾ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ടാക്സ് റേറ്റ് ആണ് ഡിക്രീസ് ചെയ്യുന്നത്, നോട്ട് ചെയ്യേണ്ടത് അതാണ്. സോ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് റിഗ്രസീവ് ടാക്സേഷൻ. ഇനി അടുത്തതാണ് ഡൈഗ്രസീവ് ടാക്സേഷൻ. സോ ഡൈഗ്രസീവ് ടാക്സേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഈ ഒരു ടാക്സേഷൻ സിസ്റ്റത്തിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രോഗ്രസീവ് ടാക്സേഷന്റെ പോലെ തന്നെ ഇവിടെയും ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അപ് ടു എ പെർട്ടിക്കുലർ പോയിന്റ്. സോ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നത്. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്യും ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ. ആ ഒരു പോയിന്റിന് ശേഷം പിന്നീട് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യില്ല. പിന്നീട് ഈ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ പിന്നീട് ഈ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡൈഗ്രസീവ് ടാക്സേഷൻ. ഡൈ അതായത് രണ്ടും ഉണ്ട്. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു അപ് ടു എ പെർട്ടിക്കുലർ പോയിന്റ്. ഇതെന്താണ്, പ്രൊപ്പോർഷണൽ ടാക്സേഷൻ. അതിനുശേഷം ഈ ഒരു ടാക്സ് റേറ്റ് എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. സോ ഇവിടെ എന്തുണ്ട്, രണ്ട് ടൈപ്പും ഇന്റർമിക്സിംഗ് ആണ്.
സോ അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ഡൈഗ്രസീവ് ടാക്സേഷൻ എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is gross domestic product GDP in the context of national income accounting? So GDP എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, the total income of a country's government. Option B, the total exports of a country. Option C, the total value of all goods and services produced within a country's borders in a specific period. And option D, the total savings of a nation. GDP അല്ലെങ്കിൽ gross domestic product എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രീസ് ബോർഡേഴ്സ് ഇൻ എ സ്പെസിഫിക് പീരിയഡ്. സോ GDP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ, സോ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ നീളുന്ന ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും മാർക്കറ്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്, GDP എന്ന് പറയുന്നത്. സോ GDP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും മാർക്കറ്റ് വാല്യൂവിന്റെ ടോട്ടലിനെ വിളിക്കുന്ന പേരാണെന്ത്, GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡൊമസ്റ്റിക് ടെറിട്ടറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. സോ അത് ക്ലിയർ ആയി കാണും. ഡൊമസ്റ്റിക് ടെറിട്ടറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറി, അതായത് ലാൻഡ് ബൗണ്ടറിയും പിന്നെ ഇന്ത്യയുടെ വാട്ടർ ബൗണ്ടറി, അതായത് ഓഷനിൽ 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള വാട്ടർ ബൗണ്ടറി അല്ലെങ്കിൽ ഓഷ്യാനിക് ബൗണ്ടറി, ഇത് മാത്രമല്ല ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറി, അതായത് ലാൻഡ് ബൗണ്ടറിയും ഓഷ്യൻ വാട്ടേഴ്സിൽ 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ഓഷ്യാനിക് ബൗണ്ടറി, ഇത് മാത്രമല്ല ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മറിച്ച് ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ഇന്ത്യയുടെ ഷിപ്സും വെസൽസും ഒക്കെ കാണുമല്ലോ. സോ അങ്ങനെയുള്ള ഇന്ത്യയുടെ ഷിപ്സും വെസൽസും എല്ലാം തന്നെ എന്തിന്റെ കാറ്റഗറിയിൽ വരും, ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ കാറ്റഗറിയിൽ വരും. അതുപോലെ തന്നെ ഇന്ത്യക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ എന്തുണ്ട്, എംബസീസ് ഉണ്ട്. ഈ എംബസീസും എന്തിന്റെ കാറ്റഗറിയിൽ തന്നെ വരും, ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ആ ഒരു ഡെഫിനിഷന്റെ അകത്ത് വരും. സോ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറി, അതായത് ലാൻഡ് ബൗണ്ടറിയും 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ഓഷ്യാനിക് ബൗണ്ടറിയും മാത്രമല്ല, മറിച്ച് ഇന്റർനാഷണൽ വാട്ടേഴ്സിലുള്ള ഇന്ത്യയുടെ ഷിപ്സും വെസൽസും, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യയുടെ എംബസീസ്, ഇതെല്ലാം തന്നെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മുടെ രാജ്യത്തിന് മറ്റ് കൺട്രീസിൽ എംബസീസ് ഉള്ളതുപോലെ തന്നെ മറ്റ് ഫോറിൻ കൺട്രീസിന് നമ്മുടെ രാജ്യത്തും എന്തുണ്ട്, എംബസീസ് ഉണ്ട്. അതായത് US-നും ഫ്രാൻസിനും ജർമ്മനിക്കും എല്ലാം എന്തുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ എംബസീസ് ഉണ്ട്. അങ്ങനെയുള്ള എംബസീസ്, അതായത് ഫോറിൻ കൺട്രിയുടെ നമ്മുടെ രാജ്യത്തുള്ള എംബസീസ് എന്ത് ചെയ്യില്ല, ഈ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാറില്ല. സോ മറ്റ് രാജ്യങ്ങളിലുള്ള നമ്മുടെ എംബസീസ് എന്ത് ചെയ്യും, ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള മറ്റ് ഫോറിൻ കൺട്രീസിന്റെ എംബസീസ് എവിടെ വരില്ല, ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് വരില്ല. ഇനി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ GDP എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യാറില്ല. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനൽ കൺസ്യൂമേഴ്സ്, അതായത് നമ്മൾ കൺസ്യൂമേഴ്സ് അവസാനം കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനലി നമ്മൾ കൺസ്യൂം ചെയ്ത് തീർക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. സോ അത് മാത്രമാണ് GDP-യിൽ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ആൻഡ് മാർക്കറ്റ് വാല്യൂ. സോ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ്. സോ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് പ്രൈസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതാണെന്ത്, GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ്സ് 2 terms. In 3 cases, the 2 terms means the same as each other. In which of the following cases do the 2 terms not mean the same as each other? So 4 ഓപ്ഷൻസിൽ 2 ടേംസ് വീതമുണ്ട്. ഓരോ ഓപ്ഷൻസിലും 2 ടേമുകൾ വീതമുണ്ട്. സോ ഇതിൽ 3 ഓപ്ഷൻസിൽ ഈ 2 ടേംസിനും സെയിം മീനിങ് ആണുള്ളത്. എന്നാൽ ഓരോ ഓപ്ഷനിൽ ഈ 2 ടേംസിനും ഡിഫറെന്റ് മീനിങ് ആണ്, അല്ലെങ്കിൽ സെയിം അല്ല.
അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിൽ ഓരോ ഓപ്ഷൻസിലും 2 ടേം വീതമുണ്ട്. ഈ 2 ടേംസിൽ 3 ഓപ്ഷൻസിൽ ഈ 2 ടേംസും സെയിം ആണ്. എന്നാൽ ഓരോ ഓപ്ഷനിൽ ഈ 2 ടേമും എന്താണ്, ഡിഫറെന്റ് ആണ്. അത് ഏത് ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ, ചേഞ്ച് ഇൻ റിയൽ ജി ഡി പി ആൻഡ് ജി ഡി പി ഡീഫ്ലേറ്റർ. Option B, nominal GDP and GDP at current prices. Option C, real GDP and GDP at constant price. And option D, the base period and the reference period. So ഇതിൽ കറക്റ്റ് ആൻസർ നോക്കുന്നതിന് മുന്നേ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ടൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ, നോമിനൽ ജി ഡി പി ആൻഡ് ജി ഡി പി അറ്റ് കറന്റ് പ്രൈസസ്. സോ നോമിനൽ ജി ഡി പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഇന്നത്തെ കറന്റ് പ്രൈസ് എന്താണോ ആ കറന്റ് പ്രൈസിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ അല്ലെങ്കിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, നോമിനൽ ജി ഡി പി. അതായത് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസിലാണ് അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിലുള്ള കറന്റ് പ്രൈസസിന്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ ആ ജി ഡി പി വിളിക്കുന്ന പേരാണെന്ത്, നോമിനൽ ജി ഡി പി. സോ നോമിനൽ ജി ഡി പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു മൊമെന്റിൽ നമ്മുടെ മാർക്കറ്റ് വാല്യൂ, മാർക്കറ്റിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ എത്രയാണോ അല്ലെങ്കിൽ കറന്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിന്റെ ബേസിസിലാണ് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, നോമിനൽ ജി ഡി പി. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, രണ്ടാമത്തെ ടേമില് ജി ഡി പി അറ്റ് കറന്റ് പ്രൈസസ്. നോമിനൽ ജി ഡി പി എന്താണ്, ഇന്നത്തെ മാർക്കറ്റ് വാല്യൂല് അല്ലെങ്കിൽ ഇപ്പോഴുള്ള കറന്റ് പ്രൈസിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നോമിനൽ ജി ഡി പി. ആൻഡ് രണ്ടാമത്തെ ടേം എന്താണ്, ജി ഡി പി അറ്റ് കറന്റ് പ്രൈസസ്. സോ ഈ 2 ടേംസും എന്താണ്, സിമിലർ ടേംസ് ആണ്. സോ ഈ 2 ടേംസും സിമിലർ ആണ്. ഇതല്ല എന്ത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്, ഡിഫറെന്റ് ആയിട്ടുള്ള ടേംസ് ഉള്ള ഓപ്ഷൻ ആണ് വേണ്ടത്. സോ ഈ 2 ടേംസും എന്താണ്, സിമിലർ ആണ്. സോ ഇതെന്തല്ല, നമ്മുടെ ഓപ്ഷൻ അല്ല അല്ലെങ്കിൽ നമ്മുടെ ആൻസർ അല്ല. ഇനി റിയൽ ജി ഡി പി ആൻഡ് ജി ഡി പി അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ്. റിയൽ ജി ഡി പി എന്ന് പറയുമ്പോൾ നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ, അതായത് നമ്മൾ ബേസ് ഇയർ ആയിട്ട് ജി ഡി പി കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയറിലെ ഒരു കോൺസ്റ്റന്റ് പ്രൈസിന്റെ ബേസിസിലാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, റിയൽ ജി ഡി പി. അതായത് നമ്മൾ ജി ഡി പി കാൽക്കുലേഷൻ, റിയൽ ജി ഡി പിയുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ബേസ് ഇയർ ഫിക്സ് ചെയ്യും. അതായത് പ്രീവിയസ് ഇയർ, പഴയ ഒരു ഇയർ എന്ത് ചെയ്യും, ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്യും. ആ ഒരു ഇയറിൽ പ്രത്യേകിച്ച് എന്ത് കാണില്ല, പ്രൈസിനകത്ത്, സാധനങ്ങളുടെ വിലക്കകത്ത് വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും കാണില്ല. ഒരു നോർമൽ ഇയർ ആയിരിക്കും. സോ അവിടെ വലിയ ഫ്ലക്ച്വേഷനോ ഇൻഫ്ലേഷനോ ഒന്നും ഇല്ലാത്തൊരു നോർമൽ ഇയർ നമ്മൾ ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്യും. ആ ബേസ് ഇയറിലുള്ള ഗുഡ്സിന്റെ സർവീസസിന്റെ പ്രൈസ് എന്ത് ചെയ്യും, നമ്മൾ റഫറൻസ് പ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യും. സോ ആ കോൺസ്റ്റന്റ് പ്രൈസിന്റെ ബേസിസിലാണ് ഇന്ന് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, റിയൽ ജി ഡി പി. അതായത് ഇൻഫ്ലേഷന്റെ ഫാക്ടർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിയൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ റിയൽ ജി ഡി പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ, ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയറിലെ കോൺസ്റ്റന്റ് പ്രൈസിന്റെ ബേസിസിലാണ് നമ്മൾ ഇപ്പോൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, റിയൽ ജി ഡി പി. സോ രണ്ടാമത്തെ ടേം എന്താണ്, ജി ഡി പി അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ്. സോ എന്തായിരുന്നു റിയൽ ജി ഡി പി, ഒരു ബേസ് ഇയറിലെ കോൺസ്റ്റന്റ് പ്രൈസിന്റെ ബേസിസിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ടേം എന്താണ്, ജി ഡി പി അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ്. സോ ഈ 2 ടേമും എന്താണ്, സിമിലർ ആയിട്ടുള്ള ടേംസ് ആണ്. സോ ഇതുമല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ബേസ് പീരീഡും റെഫറൻസ് പീരീഡും. സോ ബേസ് പീരീഡും റെഫറൻസ് പീരീഡും എന്താണ്, കമ്പാരിസൺ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പീരീഡിനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാണെന്ത്, ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പീരീഡ്, ഏതെങ്കിലും ഒരു ഇയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, റഫറൻസ് പീരീഡ്. സോ ഇത് രണ്ടും എന്താണ്, സിമിലർ ആയിട്ടുള്ള ടേംസ് ആണ്. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ചേഞ്ചസ് ഇൻ റിയൽ ജി ഡി പി ആൻഡ് ജി ഡി പി ഡീഫ്ലേറ്റർ. സോ ചേഞ്ചസ് ഇൻ റിയൽ ജി ഡി പി എന്ന് പറയുമ്പോൾ ജി ഡി പിക്കകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്, ഒന്നെങ്കിൽ റിയൽ ജി ഡി പി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. റിയൽ ജി ഡി പി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്നത്തെ റിയൽ ജി ഡി പിയേക്കാളും കൂടുതലാണ് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലെ റിയൽ ജി ഡി പി എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, നമ്മുടെ ജി ഡി പിയുടെ ഗ്രോത്ത് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ എക്കോണമിക് ഗ്രോത്ത് ഉണ്ടെന്ന് പറയും. സോ ജി ഡി പിക്കകത്ത് വരുന്ന ചേഞ്ചസ്, സോ ഇന്നത്തെ ഈ ഇയറിലെ ജി ഡി പി, പ്രീവിയസ് ഇയറിലെ ജി ഡി പി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് എന്ത്, ബേസിക്കലി ചേഞ്ച് ഇൻ റിയൽ ജി ഡി പി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്.
എന്നാൽ ജി ഡി പി ഡീഫ്ലേറ്റർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി എന്താണ് ജി ഡി പി ഡീഫ്ലേറ്റർ? എന്താണ് ജി ഡി പി ഡീഫ്ലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നോമിനൽ ജി ഡി പി ആൻഡ് റിയൽ ജി ഡി പി. സോ നോമിനൽ ജി ഡി പിയും റിയൽ ജി ഡി പിയും തമ്മിലുള്ള റേഷ്യോയെ വിളിക്കുന്ന പേരാണെന്ത്? ജി ഡി പി ഡീഫ്ലേറ്റർ എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ പറയുകയാണെങ്കിൽ ബേസ് ഇയറിൽ നിന്ന്, സോ നമ്മൾ റിയൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ബേസ് ഇയറിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഇയറിലേക്കുള്ള, സോ കറണ്ട് ഇയർ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ ഈ ബേസ് ഇയറിൽ നിന്ന് കറണ്ട് ഇയറിലേക്ക് വരുമ്പോൾ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൈസിനകത്ത്, ഗുഡ്സിൻ്റെയും അതുപോലെ തന്നെ സർവീസസിൻ്റെയും പ്രൈസിനകത്ത് എന്തുമാത്രം ചേഞ്ച് വന്നു എന്ന് കാണിക്കുന്ന ഒരു ഇൻഡെക്സ് ആണെന്ത്? ജി ഡി പി ഡീഫ്ലേറ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ റിയൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബേസ് ഇയർ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ബേസ് ഇയർ മുതൽ കറണ്ട് ഇയർ വരെ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ്സിന്റെ സർവീസസിന്റെ പ്രൈസസിനകത്ത് എന്തുമാത്രം ചേഞ്ച് വന്നു എന്ന് കാണിക്കുന്ന ഒരു ഇൻഡെക്സ് ആണെന്ത്? ജി ഡി പി ഡീഫ്ലേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ജി ഡി പി ഡീഫ്ലേറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോമിനൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100% ആണ്. 100% ആണെന്ത്? ജി ഡി പി ഡീഫ്ലേറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റിയൽ ജി ഡി പി ആൻഡ് ജി ഡി പി ഡീഫ്ലേറ്റർ. സോ ഇതാണെന്ത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ചേഞ്ചസ് ഇൻ റിയൽ ജി ഡി പി എന്ന് പറയുന്നത് റിയൽ ജി ഡി പിക്കകത്ത് വരുന്ന ചേഞ്ചസ് ആണ്. സോ ഈ ഇയറിലെ റിയൽ ജി ഡി പിയും കഴിഞ്ഞ ഇയറിലെ റിയൽ ജി ഡി പിയും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് ചേഞ്ചസ് ഇൻ റിയൽ ജി ഡി പി കൊണ്ട് മീൻ ചെയ്യുന്നത്. എന്നാൽ ജി ഡി പി ഡീഫ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ബേസ് ഇയറിൽ നിന്ന് കറണ്ട് ഇയറിലേക്ക് വരുമ്പോൾ ഗുഡ്സിന്റെ സർവീസിന്റെ പ്രൈസ് എന്തുമാത്രം ചേഞ്ച് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു ഇൻഡെക്സ് ആണെന്ത്? ജി ഡി പി ഡീഫ്ലേറ്റർ. സോ ഈ രണ്ട് ടേംസ് എന്തല്ല? സിമിലർ അല്ല. സോ ഈ ഓപ്ഷൻ എ ആണെന്ത്? നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. So next question, which of the following is an example of joint sector industry? So joint sector industryക്ക് ഇതിൽ ഏതാണ് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, അതായത് ബെൽ. സോ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ബെൽ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ദാറ്റ് ഈസ് സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതുപോലെ തന്നെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, സോ OIL, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഇതിൽ ഏതാണ് ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡസ്ട്രീസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രി, പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി, ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രി. ഇതിൽ ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. സോ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണെന്ത്? ഇതിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി എന്താണ് ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും, അല്ലെങ്കിൽ ഗവൺമെന്റും പ്രൈവറ്റ് എൻറ്റിറ്റീസും ഒരുമിച്ച് ജോയിന്റ് ആയിട്ട് റിസോഴ്സസ് ഓൺ ചെയ്യുകയും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരാണെന്ത്? ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രി എന്ന് പറയാം. അതായത് ഇവിടെ ഗവൺമെന്റ്, അതായത് പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, അതായത് പ്രൈവറ്റ് സെക്ടറും ജോയിന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇതിനെ ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ആൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇനി ബാക്കിയുള്ളത് ഏതൊക്കെ സെക്ടർ ഇൻഡസ്ട്രീസിൽ വരുമെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണെന്ത്? ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. സോ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ത്? അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആണെന്ത്? ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രി. അതായത് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും എന്ത്? ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെ ഓണർഷിപ്പ്, കംപ്ലീറ്റ് ഓണർഷിപ്പ് ഗവൺമെന്റിന്റെ കയ്യിലാണ്. സോ അതുകൊണ്ട് എന്താണ്? ഇതൊരു പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രി ആണ്. അതുപോലെ തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ, ഇതും എന്ത് തന്നെയാണ്? ഒരു പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രി തന്നെയാണ്. അതായത് ഇവിടെയും ഗവൺമെന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിസോഴ്സസ് ഓൺ ചെയ്യുന്നതും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. സോ അതുകൊണ്ട് ഇത് എന്ത് തന്നെയാണ്? ഒരു പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രി തന്നെയാണ്. ഇനി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. സോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി ആണ്. അതായത് ഇവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്? ഓണർഷിപ്പ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി ആണ്. സോ ബെൽ
അതുപോലെ തന്നെ സെയിൽ. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും എന്താണ്? പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് ആണ്. ആൻഡ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി ആണ്. ആൻഡ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രി ആണ്. അതായത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ച് നടത്തുന്ന ഇൻഡസ്ട്രിയാണ് എന്ത്? ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ OIL എന്ന് പറയുന്നത്. So next question, which of the following commissions or committees identified the existence of legal provisions for implementation of some of the fundamental duties? So ഇത് ഏത് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി ആണ് എന്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത കമ്മിറ്റി എന്നാണ് ചോദിക്കുന്നത്. സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അറിയാലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4A നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4A ആർട്ടിക്കിൾ 51A എന്തിരിക്കുന്നത്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തിരിക്കുന്നത്? ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? നോൺ ജസ്റ്റിസിബിൾ ആണ്. അതായത് ഇത് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യിക്കാനായിട്ട് എന്തില്ല? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രൊവിഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ നോൺ ജസ്റ്റിസബിൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ള ഒരു കമ്മിറ്റിയെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ലീഗൽ പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? താഴെ പറയുന്ന ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതിലേത് കമ്മിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സർക്കറിയ കമ്മീഷൻ, ജസ്റ്റിസ് വോമ കമ്മിറ്റി, വസന്തറാവ് നായിക് കമ്മിറ്റി ആൻഡ് രാജമണ്ണാർ കമ്മീഷൻ. ഇതിലേത് കമ്മീഷനാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട കമ്മിറ്റി? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ജസ്റ്റിസ് വോമ കമ്മിറ്റി. സോ ജസ്റ്റിസ് വോമ കമ്മിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പെടുന്ന ഒരു ഡ്യൂട്ടിയാണെന്ത്? നമ്മൾ ഫോറസ്റ്റ് കൺസേർവ് ചെയ്യണം, വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ അകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. സോ നമ്മളിപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എടുത്തു കഴിഞ്ഞാലും, സോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, സോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ഇങ്ങനെയുള്ള ആക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്ടിലൊക്കെ എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് ആണ് എന്തിരിക്കുന്നത്? ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ് എന്തിരിക്കുന്നത്? ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഫോറസ്റ്റ് കൺസേർവ് ചെയ്യുക, വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഈ ആക്ടുകൾ ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മുടെ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് വോമ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ ബഹുമാനിക്കുക, കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കുക, നാഷണൽ ആന്തത്തിനെ ബഹുമാനിക്കുക, ഇതെല്ലാം എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ആൻഡ് ഇതേപോലെ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗൽ പ്രൊവിഷൻ ഉണ്ട്. അതായത് നാഷണൽ ആന്തത്തിനെയോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയോ അല്ലെങ്കിൽ നാഷണൽ ഫ്ലാഗിനെയോ അപമാനിച്ചു കഴിഞ്ഞാൽ അത് പണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ലോ ഉണ്ട്. സോ അതൊക്കെ എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസ് ആണ്. സോ ഇങ്ങനെ ലോസ് ഏതൊക്കെ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജസ്റ്റിസ് വോമ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കമ്മിറ്റീസ് അല്ലെങ്കിൽ കമ്മീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സർക്കറിയ കമ്മീഷൻ,
ഈ ഒരു സാർക്കറിയ കമ്മീഷനെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് എന്ത് ചെയ്തത്, അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എങ്ങനെ വേണം എന്ന് സ്റ്റഡി ചെയ്യാനും അതിന്റെ റെക്കമെൻഡേഷൻസ് തരാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു സർക്കറിയ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ രാജമണ്ണാർ കമ്മീഷൻ. സോ രാജമണ്ണാർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്. സോ തമിഴ്നാട് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, രാജമണ്ണാർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ച് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് രാജമണ്ണാർ കമ്മീഷനെ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് വസന്തറാവു നായിക് കമ്മിറ്റി. സോ ഈ വസന്തറാവു നായിക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്ര, സോ മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ വസന്തറാവു നായിക് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ മഹാരാഷ്ട്ര ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് വസന്തറാവു നായിക് കമ്മിറ്റി. ആൻഡ് ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ടാണ്. സോ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനും, മഹാരാഷ്ട്രയിലെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനും അതിനകത്ത് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് വസന്തറാവു നായിക് കമ്മിറ്റി. So next question, which of the following articles of the Indian Constitution cannot be suspended even during an emergency declared on the grounds of war or external aggression? So ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നാഷണൽ എമർജൻസി, വോറിന്റെയോ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ ഗ്രൗണ്ടിൽ പോലും നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ പറയുന്നവയിൽ ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എടുത്തു മാറ്റാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Articles 14 and 16, Articles 20 and 21, Articles 15 and 17, Articles 30 and 32. So ഇതിലേത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നാഷണൽ എമർജൻസി സമയത്ത് പോലും സസ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്തത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് 20 and 21 ആണ്. ആർട്ടിക്കിൾ 20 എന്താണ്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. ആൻഡ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ രണ്ട് ആർട്ടിക്കിൾസും നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്താൽ പോലും, അതായത് വോറിന്റെയോ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ ബേസിസിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്താൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നാഷണൽ എമർജൻസി. സോ നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 352 പ്രകാരം, സോ ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റിനാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 3 എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ സെന്ററിന് കൂടുതൽ പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെന്ററിന് കൂടുതൽ പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചില പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 3 ടൈപ്പ് ഓഫ് എമർജൻസി കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി. സോ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയെ കുറിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. നാഷണൽ എമർജൻസി. ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ. സോ സ്റ്റേറ്റ് എമർജൻസി ഓർ പ്രസിഡൻസ് റൂൾ. ആൻഡ് ആർട്ടിക്കിൾ 360 ഫൈനാൻഷ്യൽ എമർജൻസി. ആൻഡ് ആർട്ടിക്കിൾ 360 ഫൈനാൻഷ്യൽ എമർജൻസി. ഈ 3 എമർജൻസീസിനെ കുറിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ 3 എമർജൻസീസും പ്രൊക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 356 പ്രകാരം സ്റ്റേറ്റ് എമർജൻസി ഓർ പ്രസിഡൻസ് റൂൾ, ആൻഡ് ആർട്ടിക്കിൾ 360 പ്രകാരം ഫൈനാൻഷ്യൽ എമർജൻസി. ഇനി ആർട്ടിക്കിൾ 352 എന്ത് ചെയ്തിരിക്കുന്നത്, നാഷണൽ എമർജൻസിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നാഷണൽ എമർജൻസി 3 ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. വോർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ. സോ വോർ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ആംഡ് റെബല്യൻ. സോ വോർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ആം റെബല്യൻ. ഈ 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ 3 ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും.
ആൻഡ് വോറിന്റെയോ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ ഗ്രൗണ്ട്സിലാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്റ്റേണൽ എമർജൻസി. സോ വോറിന്റെയോ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ ബേസിസിലാണ് അല്ലെങ്കിൽ ഗ്രൗണ്ട്സിലാണ് എമർജൻസി, നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 പ്രകാരം ഡിക്ലെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയും. ആൻഡ് ആം റെബല്യന്റെ ഗ്രൗണ്ടിലാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? ഇന്റേണൽ എമർജൻസി എന്ന് പറയും. അതിനെ എന്ത് പറയും? ഇന്റേണൽ എമർജൻസി എന്ന് പറയും. സോ ഇതാണ് നാഷണൽ എമർജൻസിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which writ is issued by a high court or supreme court when a lower court has considered a case going beyond its jurisdiction? So supreme court അല്ലെങ്കിൽ high court ഒരു lower court, അതിന്റെ ജുറിസ്ഡിക്ഷനിൽ കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ ജുറിസ്ഡിക്ഷൻ മറികടന്നുകൊണ്ട് ഒരു കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് റിറ്റ്സ് ആണ് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ പ്രൊഹിബിഷൻ, ഓപ്ഷൻ ബി ക്വോ വാറന്റോ, ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ് ആൻഡ് ഓപ്ഷൻ ഡി സെർഷ്യോറി. സോ ഇത് ഏത് റിറ്റ് ആയിരിക്കും ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രൊഹിബിഷൻ. സോ ഒരു ലോവർ കോർട്ട് ആ ഒരു ലോവർ കോർട്ടിന്റെ ജുറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അധികാര പരിധി കടന്നുകൊണ്ട് ഒരു കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോവർ കോർട്ടിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട്, അതായത് ഒരു ഹയർ കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന റിറ്റ് ആണെന്ത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രൊഹിബിഷന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ടു ഫോർബിഡ് എന്നാണ് പ്രൊഹിബിഷന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ലോവർ കോർട്ട് അതിന്റെ അധികാര പരിധി മറികടന്നുകൊണ്ട് ഒരു കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോവർ കോർട്ടിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹയർ കോർട്ട്സ് ഇഷ്യൂ ചെയ്യുന്ന റിറ്റ്സ് ആണെന്ത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രൊഹിബിഷന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ടു ഫോർബിഡ്, അതായത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ബാക്കിയുള്ള റിറ്റ്സും കൂടെ നോക്കാം. ഹേബിയസ് കോർപ്പസ്. സോ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ടു ഹാവ് ദ ബോഡി ഓഫ്. ടു ഹാവ് ദി ബോഡി ഓഫ് എന്നാണ് എന്ത്? ഹേബിയസ് കോർപ്പസിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. ടു ഹാവ് ദി ബോഡി ഓഫ്, ഹേബിയസ് കോർപ്പസിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. ഇനി ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റ് അൺലോഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ട് കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സനെ കോർട്ടിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന റിറ്റ്സ് ആണെന്ത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. സോ ഒരു ഇൻഡിവിജ്വലിനെ മറ്റൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു. ആൻഡ് ഇല്ലീഗൽ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോർട്ട് എന്ത് ചെയ്യും? ആ ഒരു ഇൻഡിവിജ്വലിനോടോ അല്ലെങ്കിൽ സ്റ്റേറ്റിനോടോ എന്ത് ചെയ്യും? ആ ഒരു ഇൻഡിവിജ്വലിനെ, കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ഇൻഡിവിജ്വലിനെ കോർട്ടിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറയും. ആൻഡ് കോർട്ടിന് മുമ്പിൽ ഈ ഇൻഡിവിജ്വൽ എത്തുമ്പോൾ കോർട്ട് ഡിസൈഡ് ചെയ്യും ഈ ഒരു കസ്റ്റഡി ശരിയായിരുന്നോ അല്ലയോ എന്നുള്ള കാര്യം. ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ കസ്റ്റഡിയിൽ വെച്ചിരുന്ന ഇൻഡിവിജ്വലിനെ എന്ത് ചെയ്യും? കോർട്ട് റിലീസ് ചെയ്യും അല്ലെങ്കിൽ വിട്ടയക്കും. അതാണെന്ത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണെന്ത്? സെർഷ്യോറി. സോ സെർഷ്യോറി മീൻസ് ടു ബി സർട്ടിഫൈഡ്. സോ ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ടു ബി സർട്ടിഫൈഡ് എന്നാണ് ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ലോവർ കോർട്ട് അതിന്റെ അധികാര പരിധി മറികടന്നുകൊണ്ട് ഒരു കേസ് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ കേസിനകത്ത് എന്ത് ചെയ്തു? ഒരു വിധി പറഞ്ഞെന്ന് വിചാരിക്കാം. ആൻഡ് ആ ഒരു ലോവർ കോർട്ടിന് ആ ഒരു കേസിൽ വിധി പറയാൻ അല്ലെങ്കിൽ ആ ഒരു കേസിനകത്ത് ഡിസിഷൻ എടുക്കാനുള്ള എന്തില്ല? റൈറ്റ് ഇല്ല. പക്ഷെ ആ ലോവർ കോർട്ട് എന്ത് ചെയ്തു? ആ ഒരു കേസിനകത്ത് വിധി പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിധി റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോവർ കോർട്ടിന്റെ കൺസിഡറേഷനിൽ ഇരിക്കുന്ന ആ ഒരു കേസ് ഹയർ കോർട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ ഹയർ കോർട്ട്, സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന റിറ്റ്സ് ആണെന്ത്? സെർഷ്യോറി എന്ന് പറയുന്നത്. സോ ഒരു ലോവർ കോർട്ട് അവരുടെ അധികാര പരിധി അല്ലെങ്കിൽ ജുറിസ്ഡിക്ഷൻ മറികടന്നുകൊണ്ടുള്ള കേസ് കൺസിഡർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു കേസിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കേസ് ഹയർ കോർട്സിലേക്ക്, ഹൈക്കോർട്സിലേക്കോ സുപ്രീം കോർട്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോവർ കോർട്ട് വിധിച്ച ആ ഒരു ശിക്ഷ അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെന്റ് റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഹയർ കോർട്ട്സ് ഇഷ്യൂ ചെയ്യുന്ന റിറ്റ്സ് ആണെന്ത്? സെർഷ്യോറി എന്ന് പറയുന്നത്. ആൻഡ് ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ടു ബി സർട്ടിഫൈഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്വോ വാറന്റോ. സോ ക്വോ വാറന്റോയുടെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ബൈ വോട്ട് അതോറിറ്റി.
എന്ത് അധികാരത്തിലാണ് എന്ത് ഇരിക്കുന്നത്, എന്ത് അധികാരത്തിൽ എന്നാണ് എന്ത് ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പബ്ലിക് ഓഫീസ് ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുകയാണ്. ആ ഒരു പേഴ്സണ് ആ ഒരു പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസ് ഹോൾഡ് ചെയ്യാൻ എന്ത് അധികാരമാണ് ഉള്ളത് എന്ന രീതിയിൽ സുപ്രീം കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന റിറ്റ് ആണ് എന്ത് ക്വോ വാറണ്ടോ എന്ന് പറയുന്നത്. അതായത് ഒരു പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസ് ഒരു പേഴ്സൺ എന്ത് ചെയ്തു, ഓക്കുപ്പൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നു. അയാൾക്ക് അതിനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്ന് എൻക്വയറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന റിറ്റ് ആണെന്ത് ക്വോ വാറണ്ടോ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നതാണ് ബൈ വോട്ട് അതോറിറ്റി എന്നാണ് ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. So the next question is, when did a states reorganization commission was set up which recommended the creation of linguistic states on the basis of larger linguistic group? So ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ഡിസംബർ 1956, ഡിസംബർ 1963, ഡിസംബർ 1958, ഡിസംബർ 1953. So the correct answer is December 1953. ഡിസംബർ 1953ലാണ് എന്ത് ചെയ്തത്, ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ത് ചെയ്ത് സെറ്റപ്പ് ചെയ്ത്. ആൻഡ് ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. സോ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് ഇന്ത്യക്ക് ബ്രിട്ടീഷിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യ എന്ത് ചെയ്തത്, ഡിവൈഡ് ചെയ്തത്. സോ പല പല പ്രൊവിൻസസ് ആയിട്ട് അല്ലെങ്കിൽ പല പല സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം, അതായത് 1947 ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, അതായത് ഭരണത്തെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിനെയും പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും എല്ലാം എന്ത് ചെയ്തു, 4 ഗ്രൂപ്പ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതായത് പാർട്ട് എ സ്റ്റേറ്റ്സ്, സോ പാർട്ട് എ സ്റ്റേറ്റ്സ്, പാർട്ട് ബി സ്റ്റേറ്റ്സ്, പാർട്ട് എ സ്റ്റേറ്റ്സ്, പാർട്ട് ബി സ്റ്റേറ്റ്സ്, പാർട്ട് സി സ്റ്റേറ്റ്സ്, പാർട്ട് സി സ്റ്റേറ്റ്സ് ആൻഡ് പാർട്ട് ഡി ടെറിട്ടറീസ്. ഇങ്ങനെ 4 ഗ്രൂപ്പ് ആക്കിയായിരുന്നു എന്ത് ചെയ്തത്, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിനെയും പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും ഇൻഡിപെൻഡൻസിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തത് റീഓർഗനൈസ് ചെയ്ത്. സോ 4 ഗ്രൂപ്പ്സ് ആക്കി, പാർട്ട് എ സ്റ്റേറ്റ്സ്, പാർട്ട് ബി സ്റ്റേറ്റ്സ്, പാർട്ട് സി സ്റ്റേറ്റ്സ് ആൻഡ് പാർട്ട് ഡി ടെറിട്ടറീസ്. സോ ഇങ്ങനെ 4 ഗ്രൂപ്പിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സ്റ്റേറ്റ്സിന്റെയും ടെറിട്ടറീസിന്റെയും. അതിനുശേഷം സോ ഈ ഒരു ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ആ സമയം മുതൽ ജനങ്ങളുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു, ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. സോ ആ ആവശ്യം ഇങ്ങനെ ശക്തമായി വന്നപ്പോൾ ഡിസംബർ 1948 സോറി ജൂൺ 1948 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. ദാറ്റ് ഈസ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ. സോ ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ ഡിവൈഡ് ചെയ്യണം എന്ന ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, ജൂൺ 1948 ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. സോ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. ആൻഡ് ഈ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് SK ദാർ ആയിരുന്നു. സോ SK ദാർ ആയിരുന്നു ഈ ഒരു ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മീഷനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്, അതാണെന്ത് ദാർ കമ്മീഷൻ. സോ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ അല്ലെങ്കിൽ ദാർ കമ്മീഷൻ. ജൂൺ 1948 എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ജനങ്ങളുടെ ഡിമാൻഡ് മാനിച്ചുകൊണ്ട് ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യണമോ വേണ്ടയോ എന്ന് സ്റ്റഡി ചെയ്യാനായിട്ട്. ആൻഡ് ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ ഡിവൈഡ് ചെയ്യരുത് എന്നായിരുന്നു SK ദാർ കമ്മീഷൻ എന്ത് ചെയ്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ ഡിവൈഡ് ചെയ്യണ്ട എന്ന് ഡിസൈഡ് ചെയ്തു. ആൻഡ് അതിനുശേഷം ജനങ്ങളുടെ ഇടയിൽ ഈ ലാംഗ്വേജ് ഫാക്ടർ എന്ത് ചെയ്തു, വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് ലാംഗ്വേജിന്റെ ബേസിൽ തന്നെ സ്റ്റേറ്റ്സിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം എന്ത് ചെയ്തുകൊണ്ടിരുന്നു, വന്നുകൊണ്ടേയിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് ഡിസംബർ 1948 സോ അതേ വർഷം ഡിസംബർ 1948 കോൺഗ്രസ് ഗവൺമെന്റ് എന്ത് ചെയ്തു, മറ്റൊരു കമ്മിറ്റി കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണെന്ത് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി.
അതായത് ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ ഡിവൈഡ് ചെയ്യണമോ റീഓർഗനൈസ് ചെയ്യണമോ വേണ്ടയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഡിസംബർ 1948 മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചു. അതായിരുന്നു ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി. സോ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി. ആൻഡ് ഈ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റിയിൽ 3 പേരായിരുന്നു മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ജവഹർലാൽ നെഹ്റു. സോ 3 പേരായിരുന്നു മെമ്പേഴ്സ്. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ആൻഡ് പട്ടാഭി സീതാരാമയ്യ. സോ ഈ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി എന്ത് ചെയ്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തു. പട്ടാഭി സീതാരാമയ്യ. സോ ഇവർ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി എന്ത് ചെയ്തു, ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, JVP കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. സോ എല്ലാവരുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. സോ ഇങ്ങനെ 3 പേരടങ്ങുന്ന JVP കമ്മിറ്റി എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ കമ്മിറ്റിയും എന്ത് തന്നെ റെക്കമെൻഡ് ചെയ്തു, ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യാൻ പാടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് JVP കമ്മിറ്റി എന്ത് ചെയ്തത്, റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ ഒരു ലാംഗ്വേജ് ഫാക്ടർ പിന്നെയും ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുപാട് പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടായി. സോ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഡിസംബർ 1953 എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. സോ ഡിസംബർ 1953 എന്ത് ചെയ്തു, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഫോം ചെയ്തു. ആൻഡ് ഈ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരായിരുന്നു, ഫസൽ അലി ആയിരുന്നു. സോ ഫസൽ അലി ആയിരുന്നു ഈ ഒരു കമ്മീഷന്റെ, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കമ്മീഷനിൽ മറ്റ് 2 മെമ്പേഴ്സ് കൂടി ഉണ്ടായിരുന്നു. ആൻഡ് HM കുൻസ്രു ആൻഡ് KM പണിക്കർ. സോ HM കുൻസ്രുവും അതുപോലെ തന്നെ KM പണിക്കറും ആയിരുന്നു ഈ കമ്മിറ്റിയിലെ ഈ ഒരു കമ്മീഷനിലെ മറ്റ് 2 മെമ്പേഴ്സ്. ഇങ്ങനെ 3 പേരടങ്ങുന്ന സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ഫസൽ അലി ആയിരുന്നു ആ ഒരു കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുകൂടാതെ 2 മെമ്പേഴ്സ് കൂടി ഉണ്ടായിരുന്നു, HM കുൻസ്രു ആൻഡ് KM പണിക്കർ. സോ ഈ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഈ ഒരു മാറ്ററിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു, അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതായത് ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യാം എന്നൊരു റിപ്പോർട്ട് എന്ത് ചെയ്തു, ഇവർ സബ്മിറ്റ് ചെയ്തു. ആൻഡ് 1956 എന്ത് ചെയ്യുന്നത്, ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജിന്റെ ബേസിസിൽ ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പ്രകാരം സ്റ്റേറ്റ്സിനെ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജിന്റെ ബേസിസിൽ റീഓർഗനൈസ് ചെയ്യുന്നത്. So next question, who among the following was the president of the Belgaum session of the Indian National Congress held in 1924? So 1924 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബെൽഗാം സെഷനിൽ ഇവരിൽ ആരായിരുന്നു പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ സി വല്ലഭായ് പട്ടേൽ ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. സോ മഹാത്മാഗാന്ധി ഒരേ ഒരു തവണ മാത്രമാണ് എന്ത് ചെയ്തത്, കോൺഗ്രസ് സെഷന്റെ പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് 1924 ബെൽഗാം സെഷൻ ആയിരുന്നു. സോ 1924 ബെൽഗാം സെഷനിൽ മാത്രമാണ്. സോ ഇതാണ് വൺ ആൻഡ് ഓൺലി സെഷൻ വേർ മഹാത്മാഗാന്ധി ആക്ടഡ് ആസ് ദി പ്രിസൈഡിംഗ് ഓഫീസർ ഓർ പ്രസിഡന്റ് ഓഫ് ദി കോൺഗ്രസ്. സോ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് മഹാത്മാഗാന്ധി സെർവ് ചെയ്തിട്ടുള്ള ഏക സെഷൻ, കോൺഗ്രസ് സെഷൻ എന്ന് പറയുന്നത് 1924 ബെൽഗാം സെഷൻ മാത്രമാണ്. ആൻഡ് വല്ലഭായ് പട്ടേലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, വല്ലഭായ് പട്ടേൽ 1931 കറാച്ചി സെഷനിലാണ് എന്ത് ചെയ്തത്, വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. സോ കറാച്ചി സെഷൻ ഓഫ് ദി കോൺഗ്രസ് 1931. സോ ഈ കറാച്ചി സെഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. ആൻഡ് ജവഹർലാൽ നെഹ്റുവിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ജവഹർലാൽ നെഹ്റു മൾട്ടിപ്പിൾ ടൈംസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ് 1929 ലാഹോർ സെഷൻ. സോ 1929 ഹിസ്റ്റോറിക് ആയിട്ടുള്ള ലാഹോർ സെഷനിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആൻഡ് 1929 ഇതേ ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്യുന്നത്.
അതായത് ഡോമിനൻ സ്റ്റാറ്റസ് എന്നുള്ള ആവശ്യം മാറ്റിക്കൊണ്ട് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് വേണം എന്നുള്ള റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് അല്ലെങ്കിൽ എന്നുള്ള ഡിമാൻഡ് വെക്കുന്നത് 1929 ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയിട്ടുള്ള ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ്. ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1938 ഹരിപുര സെഷൻ 1938 ഹരിപുര സെഷനിലാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്തത്. ആൻഡ് 1939 നടന്ന ത്രിപുരി സെഷനിലും സുഭാഷ് ചന്ദ്രബോസ് തന്നെ എന്ത് ചെയ്തു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു. എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ചത് അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്തത് ആരെയായിരുന്നു? മഹാത്മാഗാന്ധി നിർത്തിയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിട്ടുള്ള പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ആൻഡ് പട്ടാഭി സീതാരാമയ്യ സുഭാഷ് ചന്ദ്രബോസിനോട് പരാജയപ്പെട്ടതിന് ശേഷം മഹാത്മാഗാന്ധി എന്ത് പറഞ്ഞു? ഇത് എന്റെ പരാജയം തന്നെയാണെന്ന് എന്ത് ചെയ്തു? മഹാത്മാഗാന്ധി ഡിക്ലെയർ ചെയ്തു. ആൻഡ് അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തത്? കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം റിസൈൻ ചെയ്തത്. സോ 1938 ഹരിപുര സെഷനിൽ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് 1939 ത്രിപുരി സെഷനിലും സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ മറ്റ് ചില റീസൺസ് കൊണ്ട് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കാൻഡിഡേറ്റ് ഡിഫീറ്റഡ് ആയതുകൊണ്ടും ആൻഡ് മഹാത്മാഗാന്ധി അത് തന്റെ പരാജയമാണെന്ന് അംഗീകരിച്ചതുകൊണ്ടും ബന്ധപ്പെട്ട് നടന്ന ചില ഇഷ്യൂസ് മൂലം എന്ത് ചെയ്തു? സുഭാഷ് ചന്ദ്രബോസ് ത്രിപുരി സെഷനിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു? തന്റെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which act was passed by the British Parliament in the year 1773 AD to regulate the activities of the East India Company? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1773 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി ആക്ട് ചെയ്താന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഇന്ത്യൻ സ്ലേവറി ആക്ട്, ഓപ്ഷൻ ബി ഏജ് ഓഫ് കൺസെന്റ് ആക്ട്, ഓപ്ഷൻ സി പിറ്റ്സ് ഇന്ത്യ ആക്ട് ആൻഡ് ഓപ്ഷൻ ഡി റെഗുലേറ്റിംഗ് ആക്ട്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആക്ട് ആണെന്ത്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. സോ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ആൻഡ് ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രൊവിഷൻ, സോ അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ 3 പ്രസിഡൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോംബെ, കൽക്കട്ട, മദ്രാസ്. ഈ 3 പ്രസിഡൻസിയിലും അഡ്മിനിസ്ട്രേഷൻ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവർണേഴ്സ് ഉണ്ടായിരുന്നു. സോ ആ ഗവർണേഴ്സിൽ ഗവർണർ ഓഫ് ബംഗാളിനെ, സോ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പ്രകാരം ഗവർണർ ഓഫ് ബംഗാളിനെ എന്ത് ചെയ്തു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ റീനെയിം ചെയ്തു. ആൻഡ് പവേഴ്സും എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. സോ ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പ്രകാരമാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്തായിട്ട് മാറുന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നത്. സോ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നത് ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ശേഷമാണ്. ആൻഡ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് ആക്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി കൺവേർട്ട് ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് ആക്ട് ചെയ്തത് വോറൻ ഹേസ്റ്റിങ്സ് ആണ്. സോ വോറൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ആൻഡ് അതുകൂടാതെ തന്നെ ബോംബെ പ്രസിഡൻസിയെയും മദ്രാസ് പ്രസിഡൻസിയിലെയും ഗവർണേഴ്സിനെ എന്ത് ചെയ്തു? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ താഴെ, അതായത് സബോർഡിനേറ്റ് ആക്കി മാറ്റി. സോ ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ഓഫ് ബോംബെ, ഗവർണർ ഓഫ് മദ്രാസ്, ഇങ്ങനെയുള്ള 3 ഗവർണേഴ്സ് ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ശേഷം ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറ്റി. ആൻഡ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് ആദ്യമായിട്ട് ആക്ട് ചെയ്തത് അല്ലെങ്കിൽ സെർവ് ചെയ്തത് വോറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ആൻഡ് ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിലാക്കിയത് ബാക്കി 2 പ്രസിഡൻസീസും, അതായത് ബോംബെ പ്രസിഡൻസിയും മദ്രാസ് പ്രസിഡൻസിയും എന്ത് ചെയ്തു? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിലാക്കി. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ടോപ്പ് പൊസിഷനിൽ വെച്ചു. അതുകൂടാതെ കൽക്കട്ടയിൽ ഒരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ബേസിസിലാണ്. സോ 1774 എന്ത് ചെയ്തു? കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് അതും ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പ്രൊവിഷൻസ് പ്രകാരമാണ് എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്.
ആൻഡ് ഇതൊക്കെയാണ് എന്ത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.